गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्मं तस्मै श्रीगुरवे नमः। സർവാദരണീയനായ ധ്യാനഗുരു അവധൂത് ശ്രീ ഗുരുപ്രസാദ് ഗുരുജി അവർകൾ, പ്രിയ സാധകർ, ദാസശബ്ദം ശ്രവ്യമാകുന്ന എല്ലാ സ്വമനസ്സുകൾക്കും ദാസൻ്റെ ആത്മപ്രണാമം. കബീർദാസ് ജി പ്രണയമാണ്, പ്രണയിനിയാണ്. ഗുരു പറയുന്നത് പോലെ ആ പ്രണയിനിയുടെ സുസ്ഥിരതയുടെ അടിസ്ഥാനം, സ്ഥൈര്യതയുടെ അടിസ്ഥാനം, ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടാതിരിക്കുവാൻ നഷ്ടപ്പെടാത്തതിനെ ഇഷ്ടപ്പെടണം എന്ന വലിയ കാവ്യം ഉള്ളിലേക്കെടുത്ത് അത് തൻ്റെ ആത്മാംശത്തിലൂടെ വിപുലീകരിച്ച് പ്രാവർത്തികതയിൽ കൊണ്ടുവന്ന മഹാകാവ്യമാണ് കബീർദാസ് ജി. എത്ര പറഞ്ഞാലും എത്ര വിശദമാക്കിയാലും അനന്തനു പോലും അനന്തമായ പ്രണയത്തെ വിശദീകരിക്കാൻ കഴിയാത്തതുപോലെ ഇവിടെ ഈ മഹാനുഭാവൻ പ്രണയത്തെ പ്രണയമായി വിശദീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള മഹാകാവ്യങ്ങളിൽ ഏറ്റവും മഹനീയമാണ് നെഹർവ. നമുക്കറിയാം, ഏതൊരു സ്ത്രീ ജന്മത്തിൻ്റെയും ഭൗതിക സാക്ഷാത്കാരമാണ് അവളുടെ മംഗല്യം. മംഗല്യവതിയാകുന്ന ഒരു സ്ത്രീ തൻ്റെ ഭർതൃഗ്രഹത്തിലെത്തി അവിടെ അവൾക്ക് ഏകാശ്രയമാകുന്നത് അവിടുത്തെ ശൗചാലയം പോലും എവിടെയെന്ന് തിരിച്ചറിയണമെങ്കിൽ ഏക ആശ്രയമാകുന്നത് അവളുടെ ഭർത്താവാണ്. 3-4 ദിവസങ്ങൾ കൊണ്ട് തൻ്റെ ഉള്ളിൽ സാംശീകരിക്കേണ്ടതെന്തോ അതിനെ തൻ്റെ ഭർതൃരൂപത്തിൽ സാംശീകരിച്ച് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് കുറേ ദിവസങ്ങൾക്ക് വേണ്ടി തൻ്റെ ഭർത്താവ് അകന്നു പോകുമ്പോൾ അവളുടെ മനസ്സ് തൻ്റെ ആ സ്വരൂപത്തെ തേടി അലയുന്നതാണ് ഈ കവിതയുടെ ഇതിവൃത്തം. നമ്മളുടെ മുന്നിലൂടെ കബീർദാസ് ആ പ്രണയിനിയായി ഒഴുകുകയാണ്. നമുക്കറിയാം, ഏറ്റവും നല്ല ചിന്തകളും ഏറ്റവും വിരഹചിന്തകളും ഏറ്റവും മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ചിന്തകളും ഒരു മനുഷ്യനിൽ ഉത്ഭവിക്കുന്നത് രാവിലാണ്. ഒരു പക്ഷേ രാവിലൂടെ ലഭിക്കുന്ന ഏകാന്തതയിൽ മറ്റൊന്നിനെയും ദർശിക്കാൻ കഴിയാതെ തൻ്റെ മുന്നിലെ ശൂന്യതയുമായിരിക്കാം ഒരു പക്ഷേ ആ ചിന്തകൾക്ക് ആധാരം. ഇവിടെ ആ പ്രണയിനി കബീർദാസ് ഒഴുകുകയാണ്. ഈ രാവിൽ ഭൗതികതയുടെ അന്ധകാരം ബാധിച്ച ഒരു രാവിലൂടെ തൻ്റെ സർവസ്വരൂപത്തെ സ്വസ്വരൂപത്തെ തേടി. അതാണ് നെഹർവ. ഈ കവിത ആരംഭിക്കുന്നത് നെഹർവ ഹം കാ നാ ഭാവേ സായി കി നഗരി പരം അതിസുന്ദർ ജഹാം कोई जाया न आवे, चांद सूरज जहाँ
पवन न पानी। कई संदेश पहुँचावे, दर्द यहाँ साई को सुनावे। आगे चलाऊं चंद नहीं, आगे चलाऊं पंद नहीं सुचाए, पीछे दोष लगावे। कही बिंदी ससुरे जावुम मोरी सजनी, बिरहा जोर जरावे विषयरस नाच न जावे। बिन सतगुरु अपनो नहीं न कोई, जो यह रह बतावे। कहत कबीर सुनो भाई साधो, सपने सपने में प्रीतम आवे। तपन यह जिया की बुझावे। नहरवा। नहरवा हमका न भावे। എനിക്ക് എൻ്റെ വീടിനോട് ഒരു താല്പര്യവുമില്ല. ഈ പ്രണയിനി പറയുന്നു, എനിക്ക് എൻ്റെ വീടിനോട് ഒരു താല്പര്യവുമില്ല. കാരണം താൻ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തി ആ സ്വസ്വരൂപത്തിൻ്റെ പൂർണ്ണതയുടെ ഒരംശം അനുഭവിച്ചറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ താൻ എവിടെയാണോ നിന്നത് ആ രക്ഷകർത്താക്കൾ, അന്നുവരെ ഉണ്ടായിരുന്ന ആ രക്ഷകർത്താക്കളും ആ ഭൗതികതയുമെല്ലാം അപരിചിതത്വത്തിലേക്ക് മാറുമ്പോഴാണ് എനിക്ക് ഇവിടെ ഈ വീടിനോട് ഒരു താല്പര്യവുമില്ല, മറിച്ച് എൻ്റെ താല്പര്യം എൻ്റെ സ്വസ്വരൂപത്തിനോടാണ്, എൻ്റെ പ്രണയിതാവിനോടാണ് എന്ന് അവൾ നമ്മോട് മന്ത്രിക്കുന്നത്. साई की नगरी परम सुंदर है. കാരണം സായി की नगरी परम सुंदर है. സൗന്ദര്യം ആനന്ദമാണ്, സന്തോഷമല്ല. ആ സൗന്ദര്യത്തിൻ്റെ ആനന്ദം പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം പൂർണ്ണമായ അളവിൽ, ആ വിശാലതയിൽ അവൾക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് എനിക്ക് എവിടെയായിരുന്നോ ഞാൻ, എവിടെ ഇതുവരെ ആയിരുന്നോ ഞാൻ, അതിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. വിരഹിണിയാണ്, വിരഹമാണ് എൻ്റെ പ്രണയം എന്ന് ഈ പ്രണയിനി നമ്മളോട് പറയുകയാണ്. ജഹാം ന കോയി ആവേ ന ജാവേ. ഇവിടെ എവിടെയാണോ ഞാൻ ഉണ്ടായിരുന്നത് അവിടെ ആരുടെയും വരുത്തുപോക്കില്ല. ആരും അവിടെ വരില്ല, ആരും അവിടുന്ന് പോകുന്നുമില്ല എന്ന് പറഞ്ഞാൽ എല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ അവിടെയായിരുന്നു ഞാൻ എന്നാണ്. അങ്ങനെ ആരും വരാത്ത, ആരും പോകാത്ത എൻ്റെ ആ സ്വരൂപത്തിൽ, അവിടെ ആ സ്വരൂപത്തിലേക്ക് എനിക്കെത്താൻ, അല്ലെങ്കിൽ എൻ്റെ സന്ദേശങ്ങൾ അവിടെ എത്തിക്കാൻ എനിക്ക് ചാന്ദ്, സൂരജ്, ജഹാം, പവൻ ന പാനി. ഇവിടെ ഈ ഭൗതികതയുടെ അന്ധകാരത്തിൽ, ഈ വീട്ടിൽ, എൻ്റെ സ്വന്തം വീട് എന്ന് ഞാൻ ധരിച്ചിരുന്ന വീട്ടിൽ ഏകയായിരിക്കുന്ന, വിരക്തയായിരിക്കുന്ന എനിക്ക് എൻ്റെ ആത്മസന്ദേശം പകർന്നു നൽകുവാൻ ഭൗതികതയുടെ അന്ധകാരത്തിൽ രമിക്കുന്ന എനിക്കിവിടെ സൂര്യനില്ല, തേജസ്സില്ല. ആത്മ തേജസ് പോലും ഈ ഭൗതികമായ അന്ധകാരത്തിൻ്റെ പിടിയിലമർന്നിരിക്കുന്നു. മാത്രമല്ല, പ്രണയത്തിൻ്റെ സൗന്ദര്യമാകുന്ന നിലാവും ചാന്തും ഇപ്പോൾ ഇവിടെയില്ല. സന്ദേശമെത്തിക്കേണ്ട വായു പോലും ഇവിടെ ഘനീഭവിച്ചു നിൽക്കുന്നു. പ്രണയത്തിൻ്റെ കളകളാരവം മുഴക്കുന്ന ജലം പോലും
നിശ്ചലമായി നിൽക്കുകയാണ് ഈ വിരഹിണിയുടെ ഈ വിരഹത്തിൻ്റെ മുമ്പിൽ. ഇവിടെ ഒരു സാധകൻ ഈ പ്രണയിനിയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആത്മീയതയുടെ മറ്റൊരു സൗന്ദര്യം നമുക്ക് ബോധ്യമാകുന്നത്. ഒരിക്കലെങ്കിലും സ്വസ്വരൂപത്തെ തിരിച്ചറിയുവാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷത്തെ നമ്മുടെ അനുഭവത്തിലൂടെ, നമ്മുടെ ധ്യാനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഈ ഭൗതികതയിലെത്തിയാൽ ഏതൊരു സാധകനും അനുഭവിക്കുന്ന വിരഹമാണ് ഈ പ്രണയിനിയും ഇവിടെ അനുഭവിക്കുന്നത്. അവിടെ ഭൗതികതയുടെ അന്ധകാരം ഗ്രസിക്കുമ്പോൾ താൻ ആരെയാണോ കണ്ടത്, താൻ എന്താണോ അനുഭവിച്ചത്, ആ അനുഭവത്തിൻ്റെ മഹാദിവ്യതയെ, തൻ്റെ ഈ അവസ്ഥ ബോധ്യപ്പെടുവാൻ ആദ്യം നമ്മൾ തിരയുന്നത് ഉപാധികളെയാണ്. അങ്ങനെ നമ്മൾ ആ ഉപാധികളെ തിരയുമ്പോൾ നമ്മളുടെ നിരാശ അതിൻ്റെ പടുകുഴിയെ പ്രാപിക്കും. അവിടെ നമ്മുടെ ആത്മ തേജസ്സിനെ ആ സൂര്യ തേജസ്സിലേക്ക് എത്തിക്കാൻ സൂര്യൻ ഉണ്ടാവില്ല. ആ പ്രണയത്തിൻ്റെ മനോഹരമായ നിലാവിനെ ഏറ്റെടുക്കുവാൻ ചന്ദ്രൻ ഉണ്ടാകില്ല. നമ്മുടെ സന്ദേശത്തെ അവിടെ എത്തിക്കുന്ന കളകളാരവങ്ങളും ഉണ്ടാകില്ല. ഈ ഭൂമിയിൽ താൻ ഏകനാണ്, വിരക്തനാണ്, വിരഹനാണ് എന്ന സത്യം നമുക്ക് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടലിലാണ് കബീർദാസ് ഇങ്ങനെ പറയുന്നതും, ഈ വീടിനോട് എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല, എൻ്റെ ഈ അവസ്ഥ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുവാൻ ഒരു ഉപാധിയും ഈ രാവിൽ തെളിയുന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കൈ സന്ദേശ് പഹുഞ്ചാവൈ, എങ്ങനെയാണ് എൻ്റെ ഈ മനോനില, എൻ്റെ ഈ വിരഹം ഞാൻ അദ്ദേഹത്തോട് പറയുക? എങ്ങനെയാണ്, ഏത് രീതിയിലാണ്, ഏത് ഉപാധിയിലൂടെയാണ് എനിക്കത് എത്തിക്കാൻ കഴിയുക? അപ്പോൾ ആരാണ് ഈ സന്ദേശം അവിടെ എത്തിക്കുക? ദർദ് യഹാം സായിക്കോ സുനാവേ, ഈ വിരഹ ദുഃഖം ഒന്നായി നിന്നതിനെ രണ്ടായി അറുത്തു മാറ്റി അതിലൊന്നിൻ്റെ ദുഃഖം മറ്റൊന്നിനെ അറിയിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥ, സാധകൻ്റെ ഏറ്റവും ദുർഘടമായ ഗൗരവമേറിയ അവസ്ഥയാണ് ഈ പ്രണയിനി ഇപ്പോൾ അനുഭവിക്കുന്നത്. ആരോട് പറയും? ചുറ്റിനും നിൽക്കുന്ന അമ്മയോടോ അച്ഛനോടോ ഭർത്താവിനോടോ ഭാര്യയോടോ ഒന്നും, മക്കളോടോ ഒന്നും നമ്മളിത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അവരൊന്നും അതിൻ്റെ സന്ദേശവാഹകരായി മാറില്ല. കാരണം അവർ ബവാറിയൻ ജൻഷ്യാൻസിനെ പോലെ ഈ അന്ധകാരത്തിൽ അന്ധകാരം വമിപ്പിക്കുന്ന, ഭൗതികതയിൽ ഭൗതികതയുടെ മകുടങ്ങൾ ചാർത്തുന്ന ഓരോ ബിംബങ്ങളായി നമുക്ക് അനുഭവപ്പെടും. അവിടെ ദർദ് യഹാം, ഇവിടെ ഉള്ളിൽ ഈ വേദന, ഈ വിരഹദുഃഖം എൻ്റെ പ്രിയനോട്, എൻ്റെ പ്രിയതമനോട്, എൻ്റെ പ്രണയത്തോട്, എൻ്റെ ഉള്ളിനോട് ഞാൻ എങ്ങനെയാണ് വിശദീകരിക്കുക, പറയുക? ആകെ ചലോ പന്ത് നഹീ സുയേ, ഇനി മുൻപോട്ടങ്ങ് പോകാം എന്ന് പറഞ്ഞാൽ മുൻപോട്ട് പോകുവാൻ കഴിയുന്ന ദൃശ്യമായ ഒരു വഴികളും എൻ്റെ മുൻപിലില്ല. കാരണം ഈ അന്ധകാരം കാണാമായിരുന്ന ആ വഴികൾ കൂടി അടച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളോട് കബീർദാസ് പറയുന്നത്. ഇനിയോ അടുത്ത ഒരവസ്ഥയിലേക്കാണ് കടക്കുന്നത്. പീച്ചെ ദോഷ് ലഗ്വായേ, എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു സാധകനും പരിതപിക്കാൻ ആരംഭിക്കും. ഏറ്റവും എളുപ്പമുള്ള എക്സ്ക്യൂസാണ്, ജാമ്യമാണ്.
ഇതെൻ്റെ കർമ്മഫലമാണ്, കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന വലിയ ഒരു എക്സ്ക്യൂസിലേക്ക് സാധകൻ വീണ്ടും വീണ്ടും നിപതിക്കുന്ന വലിയൊരു കാഴ്ചയ്ക്കായിരിക്കും പിന്നെ അവൻ സാക്ഷ്യം പറയേണ്ടി വരിക. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ജാമ്യമെടുക്കലിൻ്റെയും ഏറ്റവും വലിയ ദോഷമായി അത് മാറും. ആ ഭൗതികതയിൽ അവൻ അമർന്നു പോകുവാൻ മറ്റൊരു എക്സ്ക്യൂസ് ആവശ്യവുമില്ല. അതുകൊണ്ട് ഭൂതത്തെ പഴിച്ച് വർത്തമാനത്തെ ഇല്ലാതാക്കുന്നവനല്ല സാധകൻ, മറിച്ച് ഭൂതത്തിനും ഭാവിക്കും ഇടം കൊടുക്കാതെ ഭാവിയെക്കുറിച്ച് മോക്ഷത്തെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ എൻ്റെ കഴിഞ്ഞ കാലത്ത് ചെയ്ത ദോഷൈക വൃത്തികളെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ കർമ്മത്തിൽ വന്നു ഭവിച്ച പാപങ്ങളെക്കുറിച്ച് ആലോചിച്ച് വർത്തമാനത്തെ ക്രൂശിക്കാതെ ഓരോ നിമിഷവും ഓരോ വർത്തമാനത്തിലെ ഓരോ നിമിഷവും ജീവിച്ച് മുൻപോട്ട് പോയാൽ അവൻ ദുഃഖിക്കേണ്ടി വരില്ല, ഉപാധികളിൽ അവൻ കുരുങ്ങിപ്പോകില്ല എന്നർത്ഥം. അങ്ങനെ കഹി ബിദ്ദി സസുരോം ജാവും സജനി, എങ്ങനെയാണ് ഈ വഴി, ആ വഴിയിലേക്ക് ആരാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് വിരഹ ജോർ ജരാവേ, വിരഹവേദനയുടെ കാരുണ്യം അകത്ത് കത്തുന്ന ആ നിമിഷങ്ങളിൽ തന്നെ ആരാണ് അവിടേക്ക് നയിക്കുക എന്ന വലിയ ചോദ്യം അവളിൽ, ആ പ്രണയിനിയിൽ, സാധകനിൽ ഉത്ഭവിക്കും. അവിടെ വിഷൈരസ് നാച്ച് നചാബേ, ആ വിരഹ ദുഃഖങ്ങളിൽ അവനെ വീണ്ടും ആ പ്രണയിനിയെ അങ്ങേയറ്റം എത്തിക്കുന്നത് ഈ ഭൗതികതയിലുള്ള വിഷയങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആ വിഷയ സുഖലോലുപതയായിരിക്കും വീണ്ടും വീണ്ടും ഈ മഹാന്ധകാരത്തിലേക്ക് അവനെ പറിച്ചു നടുന്നത്. തൻ്റെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള നഷ്ടസ്വർഗത്തെക്കുറിച്ച് വിലപിക്കുമ്പോൾ തന്നെ താൻ നിൽക്കുന്ന ഭൗതികതയിൽ അലിഞ്ഞു ചേരുന്നതിലൂടെ അവന് പ്രതീക്ഷയുടെ അവസാനത്തെ വഴിയും നഷ്ടപ്പെടും. അതാണ് കബീർദാസ് പറയുന്നത്, എങ്ങനെയാണ്, ആരാണ് എനിക്ക് വേണ്ടി ആ ദൃശ്യവിധേയമാകുന്ന ഒരു വഴി തുറന്നു തരുന്നത് എന്നോ. ബിൻ സത്ഗുരു അപ്പനോം നഹിക്കോയി ജോ യഹ് രഹ് ബദാവേ, ഇവിടെ കർമ്മപ്രാരാബ്ധത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നവർക്ക്, അത് ഒരു എക്സ്ക്യൂസായി എടുക്കുന്നവർക്ക് ഒരു ചെറിയ കഥ കൂടിയുണ്ട്. ഒരു ഗുരുവും ശിഷ്യന്മാരും ഗുരുവിൻ്റെ സത്സംഗം നടക്കുകയാണ്. ഒരു ശിഷ്യൻ ചോദിച്ചു, നമ്മുടെ കർമ്മപ്രാരാബ്ധം ഒഴിഞ്ഞു കിട്ടാൻ നമ്മൾ എന്താണ് ഗുരു ചെയ്യേണ്ടത്? അപ്പോൾ ഗുരു പറഞ്ഞു, എളുപ്പമാണ്. കർമ്മപ്രാരാബ്ധം ഒഴിയുന്നത് വളരെ എളുപ്പമാണ്, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഇതാണ്ട് അവിടെ ഞാൻ ഓരോ ചെറിയ കുട്ടകൾ വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ ഓരോ കുട്ടകൾ എടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഓരോ പാപം ചെയ്തു. അച്ഛനെ ധിക്കരിച്ചു, ഒരു കല്ലെടുത്ത് കുട്ടയിൽ നിറയ്ക്കുക. അമ്മയെ ഉപദ്രവിച്ചു, അടുത്ത കല്ലെടുത്ത് കുട്ടയിൽ നിറയ്ക്കണം. മാതൃസ്ഥാനത്തുള്ളവരോട് അതിലപ്പുറമുള്ള അവസ്ഥയിൽ പെരുമാറി ഒരു കല്ലുകൂടി നിറയ്ക്കാം. തൻ്റെ ഡ്യൂട്ടിയിൽ, തൻ്റെ കർമ്മത്തിൽ എവിടെയെങ്കിലും നമ്മൾ മാറി ചിന്തിച്ചിട്ടുണ്ടോ, വീണ്ടും കല്ല് നിറയ്ക്കണം. ചെയ്ത ഓരോ പാപങ്ങൾക്കും ഓരോ കല്ല് നിറച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ ഗുരു പറഞ്ഞു. ഒട്ടും താമസിച്ചില്ല, ശിഷ്യഗണങ്ങളെല്ലാം എഴുന്നേറ്റു, ഓരോ കുട്ടയെടുത്തു, കല്ലുകൾ പറക്കി കൂട്ടാൻ തുടങ്ങി. 10 കൊണ്ടുവന്നവരുണ്ട്, 30 കൊണ്ടുവന്നവരുണ്ട്, 300 കൊണ്ടുവന്നവരുണ്ട്. എല്ലാവരും കുട്ടയുമായി ഗുരുവിന് മുമ്പിൽ വന്നു നിന്നു. അതിൽ ഒരാൾ മാത്രം എടുക്കാൻ പ്രയാസമുള്ള അതിവലിയ ഒരു കല്ലുമായാണ് വന്നത്. തലയിലിരുന്ന് വേദനിക്കുകയാണ് അപ്പോഴും. അപ്പോൾ എല്ലാവർക്കും അതിശയമായി. ഇദ്ദേഹം മാത്രം
എന്താണ് ഇത്രയും വലിയ കല്ലുമായി വന്നത്? ബാക്കി എല്ലാവരും ചെറിയ കല്ലുകളാണല്ലോ പറക്കിയിരുന്നത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഗുരു, ഒറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഭാര്യയെ ഞാൻ ഗ്യാസ് സ്റ്റൗ കത്തിച്ചു ചാമ്പലാക്കി. അതുകൊണ്ടാണ്, ആ വലിയ പാപമായതുകൊണ്ടാണ് ഞാൻ ഈ വലിയ പാപമുള്ള കല്ലുമായി എത്തിയത് എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു, നന്നായി. കാരണം മോക്ഷം കിട്ടുന്നതിന് ഒരു വഴിയേ ഉള്ളൂ. എവിടെ നിന്നാണോ നിങ്ങൾ ഈ കല്ലുകളെല്ലാം പറക്കിയത്, ഈ കല്ലുകൾ അതാത് സ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം. ആകെ വിഷമിച്ചു പോയി ശിഷ്യന്മാർ. കാരണം കല്ല് പറക്കുന്ന വ്യഗ്രതയിൽ അതിൻ്റെ സ്ഥാനം എവിടെയാണെന്ന് നിർണയിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഉത്ഭവം എവിടെയായിരുന്നു എന്ന് തിരിച്ചറിയാൻ അവർ ശ്രമിച്ചില്ല. കല്ല് പറക്കുന്നതിലായിരുന്നു അവർക്ക് ശ്രദ്ധ, അല്ലെങ്കിൽ പാപങ്ങൾ എണ്ണുന്നതിലായിരുന്നു അവർക്ക് ശ്രദ്ധ. എന്തുകൊണ്ടുണ്ടായി എന്ന ചോദ്യം അവനിൽ ഉദിച്ചില്ല. അവൻ കല്ലുകൾ പറക്കുന്നതിൽ വ്യഗ്രനായപ്പോൾ തിരിച്ച് ആ കല്ലുകൾ യഥാസ്ഥാനത്തിടാൻ അവന് കഴിഞ്ഞില്ല. അങ്ങനെ ഇട്ട ഒറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ വലിയ കല്ലെടുത്ത ആളായിരുന്നു. അദ്ദേഹം മോക്ഷിതനായി എന്നാണ് കഥ. അപ്പം ചോദിക്കും, ഇതല്ലേ നല്ലത്? ചെയ്യുമ്പം നല്ലൊരു പാപം ചെയ്ത് നിർത്തിയാൽ ഏറ്റവും നല്ലതാണ്. അല്ല. എന്തുകൊണ്ടാണ് തീവ്രവൈരാഗ്യം, എന്തിനോടുമുള്ള തീവ്രവൈരാഗ്യം സാധകനെ തൻ്റെ ഉത്ഭവത്തോട് അടുപ്പിക്കും എന്ന് പറയുന്നതിൻ്റെ കഥയാണിത്. രാവണനും കുംഭകർണനും കംസനും എല്ലാം ഈ തീവ്രവൈരാഗ്യം കൊണ്ടാണ് ഭഗവാൻ ഇത്രയേ ജൈവിജയന്മാരോട് പറഞ്ഞുള്ളൂ, എന്നോടുള്ള തീവ്രവിരോധം കൊണ്ട് തീവ്രവൈരാഗ്യം എന്നെ പ്രാപിച്ചാൽ നിങ്ങൾക്ക് 3 ജന്മം കൊണ്ട് എന്നെ തിരിച്ചു പ്രാപിക്കുവാൻ കഴിയും. അല്ല, ഭക്തിയാണ് നിങ്ങളുടെ മാർഗമെങ്കിൽ നിങ്ങൾക്ക് 5ഉം അതിലധികവും ജന്മങ്ങൾ വേണ്ടിവരും. കാരണം തീവ്രവൈരാഗ്യത്തോടു കൂടി ഭഗവാനെ സ്മരിക്കുമ്പോൾ മോക്ഷം, ഭഗവാനിലേക്കുള്ള ദൂരം അകലും എന്ന് പഠിപ്പിച്ച ഈ കഥ ഓർത്തിരിക്കണം. നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ, നമ്മൾ ചെയ്യുന്ന അരുതായ്മകളുടെ ഉത്ഭവവും അതിനെക്കുറിച്ചുള്ള മനനവും നമ്മുടെ ഉള്ളിൽ തന്നെ നടന്നാൽ നമ്മൾ ഈ കല്ലുകൾ പറക്കുന്നത് നിർത്തും. മറിച്ച് ഗുരു പറയുന്നതനുസരിച്ച് ഈ പാപത്തിൻ്റെ കല്ലുകൾ യഥാസ്ഥാനത്ത് കൃത്യമായി നമുക്ക് നിക്ഷേപിക്കുവാൻ പറ്റും. പാപപരിഹാരം സാധ്യമാകും. അങ്ങനെ സാധ്യമാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഭൂതത്തിലെ കർമ്മദോഷത്തെക്കുറിച്ച് ആലോചിച്ച് വർത്തമാനത്തെ നശിപ്പിക്കുവാനല്ല. ഇവിടെ കബീർദാസ് പറയുന്നു, ഞാൻ ഈ സന്ദേശം എങ്ങനെയാണ് എൻ്റെ സ്രോതസ്സിൻ്റെ അടുത്ത് ഞാൻ എത്തിക്കുക? ദർദ് യഹാം, ഇവിടെ വേദനയുണ്ട്, വിരഹത്തിൻ്റെ വേദന. ആകെ ചലോ പന്ത് നഹി സൂഛേ, മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു വഴിയും എൻ്റെ മുൻപിൽ തെളിയുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ ഈ ഭൗതികതയിൽ പീച്ചെ ദോഷ് ലഘുവായേ, ഭൂതത്തിൽ ഞാൻ ചെയ്ത കർമ്മങ്ങൾ, അതിൻ്റെ പാപത്തെക്കുറിച്ച് ആലോചിച്ച് സമയം കളയുകയാണ്. അതുകൊണ്ട് കഹി വിദ്യ സസുരോം ജാവും സജിനി, എങ്ങനെയാണ് ഞാൻ അവിടെ എത്തുക? വിരഹ ജോർ ജരാവേ, വിരഹവേദനയുടെ കാഠിന്യം എൻ്റെ അകത്ത് ഞാൻ ചെയ്ത പാപങ്ങളുടെ, അല്ലെങ്കിൽ ഞാൻ ചെയ്ത അരുതായ്മകളുടെ, ഞാൻ സാധനയിൽ അനുഷ്ഠിക്കാത്ത കർമ്മങ്ങളുടെ ആ പാപഭാരം എന്നിൽ നീറി കത്തുകയാണ്. വിഷയരസ് നാച്ച് നചാവേ, ഇവിടെ വിഷയങ്ങളാണ്, വിഷയാസക്തിയാണ് എന്നെ ആ നെരിപ്പുടിലേക്ക് വീണ്ടും എത്തിക്കുന്നത്. ബിൻ സദ്ഗുരു അപ്നോം നഹിക്കോയി, ഇവിടെ ഗുരുവല്ലാതെ, എൻ്റെ സദ്ഗുരുവല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവും ഇല്ല. അത് എന്നെ, എൻ്റെ സന്ദേശം എന്നെ അവിടെ എത്തിക്കാൻ കഴിയുന്നത് എൻ്റെ ഗുരുവിന് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സന്ദേശം പലയിടത്തും കേട്ടിട്ടുണ്ട്. മീരാഭായി ഈ സന്ദേശം അയച്ചു, തുളസീദാസ് ജിക്ക് അയച്ചതാണ്.
അവിടെ ഭർതൃഗ്രഹത്തിൽ പീഡനം അതിൻ്റെ അങ്ങേയറ്റമായപ്പോഴും അതിനോടൊന്നും പ്രതികരിക്കാൻ നിൽക്കാതെ തൻ്റെ മുന്നിലിരിക്കുന്ന കൃഷ്ണനിൽ ആ കൃഷ്ണനായി അലിഞ്ഞു ചേർന്ന മീരാഭായി തുളസീദാസിനയച്ച ആ കത്തുപോലെ അവിടെ നിന്നും ആ മീരാഭായിയിലേക്ക് ഒഴുകിയെത്തിയ നീ വൃന്ദാവനത്തിലെത്തുക എന്ന മധുര സന്ദേശം അത്രയും കാതം ദൂരമെത്തിയെങ്കിൽ ആ സന്ദേശത്തിലൂടെ വൃന്ദാവനത്തിലെത്തി ഭഗവാന്റെ പരമോന്നതിയിലേക്ക് ലയിച്ചു മാറിയ മീരാഭായിയും അയച്ചതൊരു സന്ദേശമാണ്. കുബേരൻ കർത്തവ്യ നിർവഹണത്തിന് വിഘ്നം വരുത്തിയ യക്ഷനോട് ജയിലിലിട്ടു, ഏകാന്ത തടവ്. തൻ്റെ പ്രണയിനി അങ്ങ് കൈലാസത്തിലാണ്. അവിടെ ഇരുന്ന ആ പ്രണയിനെ ഈ യക്ഷൻ സന്ദേശമയച്ചു മേഘങ്ങളിലൂടെ. അതാണ് കാളിദാസന്റെ മേഘസന്ദേശം. സാധകനെ സംബന്ധിക്കുന്ന ദുസ്ഥിതി ഇതല്ല. അവന്റെ മുമ്പിൽ ഉപാധികളില്ലാതെയാകുന്നു. മേഘങ്ങളില്ല, ജലമില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല. അവന് ചുറ്റും പരന്നിരിക്കുന്ന ഭൗതിക അന്ധകാരത്തിൽ അവൻ ഒരു ഉപാധിയെയും ആശ്രയിക്കാൻ കഴിയാതെ വരുന്നു. അവിടെ അവൻ ആശ്രയിക്കാൻ ഏകമായ ഒന്നേ ഉണ്ടാകൂ, അതവൻ്റെ ഗുരുവാണ്. ആ ഗുരുവിനെ ആശ്രയിച്ചവൻ പോകുമ്പോൾ അവൻ സഞ്ചരിക്കുന്നത് സ്വപ്ന സദൃശമായ രീതിയിലായിരിക്കും. അഥവാ ആ സ്വപ്ന സദൃശമായ രീതിയിൽ, ആ സ്വപ്ന സദൃശ്യത്തിൽ മാത്രമേ അവൻ അവൻ്റെ ഗുരുവിനെ, അവൻ്റെ സത്യത്തെ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ശ്രീരാമകൃഷ്ണ പരമഹംസർ കൊൽക്കത്തൻ തെരുവ് വീഥികളിലൂടെ നഗ്നനായി ഭഗവാനെ കാളിയെ സ്തുതിച്ച് നടന്നപ്പോഴും ഈ ലോകം പറഞ്ഞു, ഇവന് ഭ്രാന്താണ്. മീരാഭായിയോടും മീരാഭായിയുടെ നാത്തൂനും ഭർത്താവും പറഞ്ഞു, ഇവൾക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. ഒരു സാധകന്റെ, രാധയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. എവിടെയോ ഇരിക്കുന്ന ഭഗവാന് വേണ്ടി ഇവിടെ ജീവിതം തുലയ്ക്കുന്നവളെന്ന് മുദ്ര കുത്തിയപ്പോഴും രാധ എന്നുമെന്നും ഓരോ നിമിഷവും ഭഗവാനെ ദർശിച്ചു. സ്വപ്നം കാണുന്നവളാണ്, ഈ പകലിലും സ്വപ്നത്തെ കണ്ടു ജീവിക്കുന്നവളാണ് എന്ന് സമൂഹം കുറ്റപ്പെടുത്തിയപ്പോഴും ആ വലിയ ദൃഷ്ടിയിൽ, ആ പാവനമായ ദൃഷ്ടിയിൽ ഭഗവാൻ തെളിഞ്ഞു നിന്നു. ഇതാണ് ഒരു സാധകന്റെ പ്രത്യേകമായ അവസ്ഥ. അവനെ പുച്ഛിക്കാത്ത, അവനെ എതിർക്കാത്ത ഒരാൾ പോലും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം ഒരു സാധകനെ അംഗീകരിക്കില്ല. അംഗീകരിക്കുമായിരുന്നു എങ്കിൽ നാരായണത്ത് ഭദ്രന്റെ ഫോട്ടോ ചില്ലിട്ട് പൂജിച്ചേനേയും എല്ലാവരും. മഹാദേവന്റെ ലിംഗത്തെ ഉറപ്പിക്കുവാൻ തങ്ങൾ പഠിച്ച എല്ലാ ശാസ്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും മഹാദേവന്റെ ബിംബം ഉറപ്പിക്കാതെ വന്നപ്പോൾ കുളിക്കാത്ത, നനയ്ക്കാത്ത, വസ്ത്രമലക്കാത്ത, മുടി ചീകാത്ത നാരായണത്ത് ഭ്രാന്തൻ മുറുക്കാൻ തുപ്പി, തൻ്റെ താമ്പൂലം തുപ്പി ഇരിക്കടാ ശിവനെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഉറച്ചുപോയി എങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ദോഷമല്ല, ആ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണോ അനുഷ്ഠിച്ചത് ആ അനിഷ്ട ലോപമാണ് ഭഗവാനെ ശിവമായിരിക്കുന്നതിനെ താൻ വിളിച്ചെടുത്ത് വരാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നാരായണത്ത് ഭദ്രൻ താൻ താമ്പൂലം വെറ്റയും പാക്കും ചേർന്ന താമ്പൂലം ചവച്ച് തുപ്പിയല്ല ഇരിക്കാൻ പറഞ്ഞത്, മറിച്ച് ജന്മങ്ങളോളം അദ്ദേഹം ആർജിച്ച തപശക്തി തൻ്റെ ഹൃദയരക്തം തുപ്പി ഭഗവാനോട്, മഹാദേവനോട് ഇരിക്കടാ ശിവനെ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞാൽ ഈ സമൂഹം മുഴുവൻ പുച്ഛിക്കുമ്പോഴും ആ സാധനയുടെ മഹാദിവ്യ പ്രഭാവത്തിൽ, ഗുരുവിൻ്റെ സുരക്ഷാ വലയത്തിൽ
നമ്മൾ ഓരോരുത്തരും എല്ലാത്തിനെയും പിറകിലോട്ട് മാറ്റിയിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവിടെ അവൻ്റെ സമൂഹം പിറകിലേക്കും അവൻ മുമ്പിലേക്കും പോകുമ്പോൾ നാളെ ആ സമൂഹം തിരിഞ്ഞു നിൽക്കും. തിരിഞ്ഞു നിന്ന് സർവാദരണീയനായ ആ മഹായോഗിയെ നമസ്കരിക്കും. അതാണ് ഒരു ഗുരു നമ്മളിലൂടെ ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ സന്ദേശം എത്തിക്കുവാൻ ഉപാധികളില്ലാത്ത മഹാ ഉപാധി തന്നെ ആവശ്യമാണ് എന്ന വലിയ സത്യം തൻ്റെ നെഞ്ചിലേക്ക് ഒരു സാധകൻ ഏറ്റെടുക്കേണ്ടതുണ്ട്. സ്വപത്നി പോലും അവനോട് ഒരുമിച്ചൊരു കിടക്ക പങ്കിടുന്ന പത്നി പോലും അവനെ ഒരിക്കലും സഹായിച്ചു എന്ന് വരില്ല. തൻ്റെ മക്കൾ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മക്കൾ പോലും അതിനോട് പോസിറ്റീവായി പ്രതികരിക്കണമെന്നില്ല. പക്ഷേ അവൻ്റെ ഉള്ളിൽ ആ സ്വപ്നാവസ്ഥയിലേക്ക് അവൻ പോകാൻ തയ്യാറായാൽ ഈ കാണുന്നതെല്ലാം അന്ധകാരത്തിൻ്റെ പ്രതിഫലനം മാത്രമാണ്. എനിക്കുള്ളത് എൻ്റെ സത്യത്തിലേക്കുള്ളതാണ്. ആ വഴിയാണ് എനിക്കുള്ളത്. ആ വഴിയിൽ എന്നെ നയിക്കുവാൻ ഒരു പ്രകാശം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതെൻ്റെ ഗുരുവാണ് എന്ന പരമാർത്ഥം 18 ജന്മങ്ങളിലൂടെ ആർജിക്കുന്ന മനുഷ്യ ജന്മത്തിൻ്റെ സഫലീകരണമാണ് ഒരു ഗുരുദർശനമെന്ന് മനസ്സിലാക്കി, അതേപോലെ എത്രയോ ജന്മങ്ങൾക്കുള്ള ഹനനമാണ് ഒരു ഗുരുവിൻ്റെ പാതയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത് എന്ന മഹാസത്യം നമ്മൾ മനസ്സിലാക്കിയാൽ ജന്മങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ വ്യഥകൾ അവസാനിക്കും. നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ സാധനയിൽ നിലകൊള്ളും. ഇന്ന് നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ, ഈ ഗുരുമഠത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി, ഊർജം, അതെന്താണോ അത് സ്ഥിരമായി നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ആ വിരഹ ദുഃഖം നമ്മളിൽ നിന്ന് അകലും. ആ അകലമാണ്, ആ അകലേണ്ടതാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയും ഇവിടെ ഉപാധികളില്ല. ഒരു സാധകനും ഒരു സാധകനെ സഹായിക്കുവാൻ പറ്റില്ല. ഒരു ഭക്തനും ഒരു ഭക്തനെ സഹായിക്കുവാൻ പറ്റില്ല. എല്ലാവർക്കും അവരുടേതായ രീതിയിൽ ആ പാതയിലേക്ക് മാത്രമേ നോക്കാവൂ. ആ പാതയിലേക്ക്, ഗുരുവിലേക്ക് മാത്രമേ നമ്മൾ നോക്കാവൂ. ഗുരുവിനോട് മാത്രമേ സമ്മതിക്കാവൂ. ഗുരുവിൽ നിന്നാണ് സത്യം അറിയേണ്ടത് എന്നറിഞ്ഞുകൊണ്ട് ആ തനതായ രീതിയിൽ ആ മഹോപാധിയിലൂടെ നമ്മൾ സഞ്ചരിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ യാത്ര വളരെ 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 കാഠിന്യം കുറഞ്ഞതാകും, മൃദുലമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ പ്രണയിനിക്ക് തൻ്റെ പ്രണയത്തിലെത്താൻ ഗുരുവുണ്ട്. വിവാഹമോചനം നേടിയവർക്കോ അവരെന്ത് ചെയ്യും? വിവാഹമോചനം നേടി എന്ന് ഇവിടെ പറഞ്ഞാൽ അതിനർത്ഥം കോടതിയിൽ പോയി വിവാഹമോചനം എഴുതി വാങ്ങിയവരുടെ കഥയല്ല. സ്ഥിരമായി ജന്മങ്ങൾ 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 കഴിയുമ്പോഴും ആ ഒരു സത്യത്തെ ദർശിക്കുവാനോ ആ ഒരു സത്യമുണ്ടെന്ന് മനസ്സിലാക്കുവാനോ ശ്രമിക്കാതെ തൻ്റെ മുന്നിൽ ഗുരുവെത്തി വിളിച്ചാലും ഏതോ കപടനാണ് എന്ന ധാരണയിൽ ഗുരുവിനെ ധ്വംസിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ തലമുറയുടെ പ്രതീകമാണ് വിവാഹമോചനം നേടിയവർ എന്ന് മാത്രം നമ്മൾ ധരിക്കണം. അതുകൊണ്ട് ഈ വിവാഹം, ദിവ്യമായ ഈ പ്രണയ വിവാഹം നടന്നാൽ ഒരു സാധകൻ അവൻ്റെ ഗുരുവിലൂടെ ആ പരമസത്യത്തിലെത്തിയാൽ അവിടെ വിവാഹമോചനം ഉണ്ടാകില്ല. കബീർദാസിയുടെ കാലത്തും അത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. അതുകൊണ്ട് നമുക്കൊരുമിച്ച് നാനത്വത്തിൽ ഏകത്വം പോലെ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത ഒരു വീതിയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന സത്യം മനസ്സിലാക്കി തൻ്റെ കർമ്മങ്ങളിലെ സത്യസന്ധതയും തൻ്റെ ഗുരുവിനോടുള്ള സമർപ്പണവും മാത്രം ആയുധമാക്കി, വെളിച്ചമാക്കി നമുക്കൊരുമിച്ച് ആ സത്യത്തിലേക്ക്
ഗുരുവിനോടൊപ്പം ചരിക്കാം. അങ്ങനെ എല്ലാ സാധകർക്കും ചരിക്കാൻ കഴിയട്ടെ. ലോകത്തിൽ സമാധാനം പുലരാൻ ഇങ്ങനെയുള്ള കുറേ സാധകർ ആവശ്യമാണ് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരുടെ ഉള്ളിലേക്കും ആ രാമനെ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഈ വാക്കുകളിൽ സത്യങ്ങളുണ്ടെങ്കിൽ അത് ഗുരുവിൻ്റെ വരദാനമാണെന്നും എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദാസന്റെ കർമ്മഹിതമാണെന്നും തിരിച്ചറിയണം. അങ്ങനെ അറിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.